ആ തകർന്നു കിടപ്പുള്ള മില്ലിൽ അലിയും ആസ്മയും കാണുന്നത് മറ്റാരെയുമല്ല, അഡീബയെ. അവളാണെന്ന സംഭവം ഒളിഞ്ഞു നിന്ന് വീഡിയോ എടുത്തത്. അതുമാത്രവുമല്ല, അലി വണ്ടി കൊണ്ട് ഇടിപ്പിച്ചതുവരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ അവൾ തുറന്നു പറയുകയാണ് അന്നാ രാത്രി അലിയിൽ നിന്നുള്ള അസാധാരണമായ ഫയറും തുടർന്ന് ആശുപത്രിയിൽ വെച്ച് മുറിവ് പെട്ടെന്നുണങ്ങിയ കാര്യങ്ങളുമൊക്കെ. അതായത് അലിയുടെ പവർ അഡീബ മനസ്സിലാക്കിയിരിക്കുന്നു. അത് കുറച്ചുകൂടി ഉറപ്പിച്ചത് കാർ ആക്സിഡന്റിന് ശേഷവും. അന്ന് രാത്രി കഫയിൽ ബഗ്ഗുവുമൊത്ത് സംസാരിക്കുന്ന സമയത്ത് അഡീബ നിരന്തരമായി അവിടെ മാറിയിരുന്നു തന്നെ അലിയെ വിളിച്ചെങ്കിലും അവൻ ഫോൺ കട്ട് ചെയ്തു. തുടർന്ന് അഡീബ കാറിന്റെ പിറകിൽ കയറി ഒളിച്ചിരുന്നപ്പോൾ കണ്ടത് കൺട്രോൾ പോയി കാറിൽ തീ പടർന്ന് ആക്സിഡന്റ് ഉണ്ടായ ആ സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോൾ മുമ്പിൽ വന്ന് നിൽക്കുന്നതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ബഗ്ഗുവുമൊത്തുള്ള സംസാരമെല്ലാം ഉപേക്ഷിക്കുക, ഞാൻ മാത്രം മതി എന്നുള്ള അഡീബയുടെ ബ്ലാക്ക് മെയിലിംഗ്. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉമ്മയ്ക്കും മകനും. പക്ഷേ മറ്റൊരു ടെസ്റ്റ്, അഡീബ ഇപ്പോൾ ഈ ചെയ്യുന്നതെല്ലാം മീരയുമായി ചേർന്ന്. അതെങ്ങനെയെന്ന് ഒരു പിടിയുമില്ല. സിദ്ധ് വളരെ വേഗത്തിൽ കരുനീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ആസ്മയും അലിയും വിഷമത്തിലായിരിക്കുന്നു. ഇവരുടെ മറ്റൊരു പ്ലാൻ വിജയിച്ചതായി കാണുന്നത് അടുത്ത ദിവസം ബേലയ്ക്ക് മുമ്പിലായി രൺവീർ വളരെ കാഷ്വലായി രഹസ്യമാക്കി വയ്ക്കാൻ പറഞ്ഞ പവർ സില്ലിയ യൂസ് ചെയ്യുന്നത് വഴി. ഇതിനു പിറകെ ബേലയ്ക്ക് കരണിന്റെ ഫോൺ കോൾ പതിവില്ലാതെ വരുന്നത് കണ്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ അവൻ വിളിച്ചിരിക്കുന്നത് ഇവരുടെ ഇപ്പോഴത്തെ തലവേദന മാറ്റാനായി വൈകിട്ട് ക്യാമ്പസിലെ ഒരാളുടെ ബർത്ത്ഡേ പാർട്ടി കഫേയിൽ നടക്കുന്നുണ്ടെന്നും നേരത്തെ വന്ന് എൻജോയ് ചെയ്യാനും അറിയിച്ചുകൊണ്ട്. വരാമെന്നിട്ട് ഫോൺ വെച്ച് സൈറ്റിൽ കയറി താബു മിസ്സിംഗ് ക്യാമറയിലെ സെക്ഷൻ മെസ്സേജ് നോക്കുമ്പോൾ അത് കാലി. മുമ്പുണ്ടായിരുന്ന മെസ്സേജ് പോലും കാണാനില്ല. ക്യാമ്പസിൽ ഇക്കാര്യം ആഹാനോട് പറയുമ്പോൾ ഈ ക്യാമ്പയിൻ സെക്ഷനിൽ ആക്സസ് ഉള്ളത് നിനക്കും കരണം മാത്രമല്ലേ, പിന്നെ വേറെ ആരാണ് അത് ചെയ്യുന്നതെന്ന് സംശയിക്കുമ്പോൾ അവൻ എന്തായാലും ചെയ്യില്ലെന്ന് ബേലയും. അലിയുടെ തലവേദന വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ബഗ്ഗുവിനോട് ബ്രേക്കപ്പ് ആകുമെന്ന് പറയണമെന്നും ഇല്ലെങ്കിൽ ആ വീഡിയോ പബ്ലിക്കാക്കുമെന്നും ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന വഴി വളരെ വിഷമത്തോടെ ആണെങ്കിലും ബഗ്ഗുവിനോട് നമുക്ക് നിർത്താമെന്ന് പറഞ്ഞ അവളെ വിഷമിപ്പിക്കുമ്പോൾ ഇന്നേരം കാർത്തിക് കോൺസലേഷൻ നിരീക്ഷിക്കുന്ന വഴി ആ ഡാർക്ക് ക്ലൗഡ്സ് എല്ലാം വാട്ടർ എലമെന്റ് ദിശയിലേക്ക് നീങ്ങുന്നതായി കണ്ട് ബഗ്ഗുവിനെ കിട്ടാഞ്ഞിട്ട് ബേലയെ വിളിച്ച് അവളെ ഒന്ന് പോയി നോക്കാൻ പറയുന്നു, കോൺസലേഷന്റെ കാര്യവും പറഞ്ഞിട്ട്. അങ്ങനെ ബേല വന്ന് നോക്കുമ്പോൾ കാണുന്നത് അലി കിട്ടുന്ന പൊട്ടിച്ച് ദേഷ്യവും സങ്കടവുമായി ഇറങ്ങിപ്പോകുന്ന ബഗ്ഗുവിനെ. ബേല അലിയോട് ചൂടാവാൻ ചെല്ലുന്നതും ബഗ്ഗുവിനെ പോയി ഒന്ന് സമാധാനിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നത് അവൻ പറയുന്നത് കാണുമ്പോൾ അവൾക്കാകെ കൺഫ്യൂഷൻ, എന്താ നടക്കുന്നതെന്ന്. ബഗ്ഗുവിനെ തെരഞ്ഞു വരുമ്പോൾ കാണുന്നത് അവൾ താനിയുമായി നിൽക്കുന്നത്. ഡാർക്ക് പവേഴ്സ് അവളുടെ അടുത്ത് തന്നെ ഉണ്ടാകാമെന്ന് കാർത്തികിന്റെ വാചകം ഓർമ്മ വന്ന് ആഹാനെ പറഞ്ഞു വിട്ടിട്ട് അവൾ നേരെ കാർത്തികിനടുത്തേക്ക് വെച്ച് പിടിക്കുന്നു. അഹാൻ കഫയിലെത്തി ബർത്ത്ഡേ പാർട്ടി ഡീൽ ചെയ്യുമ്പോൾ കാർത്തികിനടുത്തേക്കെത്തി താനിയെക്കുറിച്ചുള്ള സംശയങ്ങളും മറ്റും പറഞ്ഞു നിൽക്കെ അവളത് അവിടേക്ക് വരുന്നു. അവിടെ വെച്ച് ബേലയ്ക്ക് മനസ്സിലാവുകയാണ് താനിയ കാർത്തികിന്റെ പുതിയ ഇന്റേൺ കൂടിയാണ്, റിസർച്ചിന്റെ ഭാഗമായി. അങ്ങനെ നിൽക്കുന്ന ബേല അവിടെ കരൺ ഉൾപ്പെട്ട ഫോട്ടോസ് കാണാനിടയാവുന്നു. താനു പറഞ്ഞ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് മീരയെ പിന്തുടരുന്ന വഴി ലഭിച്ചതാണ്. ഇക്കാര്യം കാർത്തിക് പറയുമ്പോൾ ഫോട്ടോ കാണുന്ന താനിയ ഇത് സിദ്ധിന്റെ മകനല്ലേ എന്ന് ചോദിച്ച് ഞെട്ടി നിൽക്കുന്ന ഇരുവരെയും ക്ലിയറാക്കാൻ ഒരു ആർട്ടിക്കിൾ എടുത്ത് കാണിക്കുന്ന വഴി ഇരുവരും ഷോക്കാവുകയാണ്. കരൺ സിദ്ധിന്റെ സ്വന്തം മകനാണ്. ഇവനുമായി അടുക്കണ്ടെന്ന് നിർദ്ദേശിക്കുന്ന കാർത്തികിനോട് കരണിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞങ്ങനെ ബേല അവനെ നിരീക്ഷിക്കാൻ തീരുമാനിക്കും. ഇതേസമയം കഫേയിൽ നടക്കുന്ന ബർത്ത്ഡേ പാർട്ടിയിൽ അത്യാവശ്യം ടീംസ് എല്ലാം ഉണ്ട്. ട്രെവറിന് കായിയോടുള്ള ചില ചേർച്ചക്കുറവെല്ലാം കണ്ടു നിൽക്കുന്ന ആഹാൻ അലിയോട് കായിയെ കൂടെ ബാസ്കറ്റ്ബോൾ ടീമിലെടുത്ത് അവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നു. ട്രെയിൻഡ് പ്ലെയർ അല്ലെങ്കിലും വെറുതെ ഒരു റിസർച്ച് ടീമായി നിർത്താമെന്ന് പ്രിൻസിപ്പളിനോട് പറഞ്ഞാൽ സമ്മതിപ്പിക്കുന്ന ആഹാന്റെ ഒരു ഐഡിയയും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വൈകി കഫയിലെത്തുന്ന ബേല നിരീക്ഷണം ആരംഭിക്കുന്നതിലും എന്നാൽ കരൺ ആ ദിവസം അവളെ വലുതായി ഗവനിക്കാതെ പോകുമ്പോൾ കാരണം വേറൊന്നുമല്ല, ബർത്ത്ഡേ പാർട്ടിക്ക് നേരത്തെ വരാതിരുന്നതിന്. ബഗ്ഗുവിന് വീണ്ടും ബ്രേക്ക് ഡൗൺ ഉണ്ടാവുകയാണ്, ഇപ്രാവശ്യം കുറച്ച് അധികമായി. കാർത്തികിനെ കൊണ്ടുപോലും അവളെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ. ഒരുപക്ഷെ സിദ്ധിന്റെ പ്ലാനും ഇതൊക്കെ തന്നെയായിരിക്കാം. അലിയിലും ബഗ്ഗുവിനെ വിഷമിപ്പിച്ച ഒരു അലട്ടൽ തെളിഞ്ഞു കാണാം ബാസ്കറ്റ്ബോൾ റിഹേഴ്സൽ മാച്ചിൽ. എന്നാൽ രൺവീർ ആകട്ടെ പവർ ഉപയോഗിച്ച് കളിക്കുന്നത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്ന അലി അവനെ മാറ്റി നിർത്തി താക്കീത് കൊടുക്കുന്നതിലും ആരും ശ്രദ്ധിച്ചില്ലെന്നും ക്യാപ്റ്റന്റെ അധികാരമൊന്നും എടുക്കണ്ട, ഇങ്ങനെ തന്നെ കളിച്ച് കപ്പടിക്കുമെന്ന് പറഞ്ഞൊടുവിൽ അലി ഉടക്കി പോകുന്നു. മാച്ച് കഴിയുമ്പോൾ പുതിയ ചീർ ലീഡറായി നിൽക്കുന്ന ബേല അവിടെ കരനെ കണ്ട് ആശ്ചര്യത്തോടെ ചെന്ന് തിരക്കുമ്പോൾ കഴിഞ്ഞ രാത്രി വൈകുമെന്ന് വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ എന്ന് ചെറിയ പിണക്കം കാട്ടിയ ശേഷം രാത്രി ഡിന്നറിന് ക്ഷണിക്കുന്നു. ബേല ഡബിൾ ഓക്കെ പറയുമ്പോൾ ഉദ്ദേശം അവന്റെ മോട്ടോ എന്താണെന്ന് അറിയാനും. അങ്ങനെ ഇക്കാര്യം ആസ്മയും കാർത്തികിനെയും ധരിപ്പിക്കുമ്പോൾ അയാൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 5 ശക്തികൾ ഒരുമിച്ച് വന്നാൽ അതിനെ ക്യാപ്ചർ ചെയ്യുന്ന എന്തോ ഒന്ന് ഈ ഈവിൾ പവേഴ്സിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണമെന്ന് അവരുടെ നിർദ്ദേശത്താൽ ഡേറ്റിങ്ങിന് പറഞ്ഞു വിടുമ്പോൾ കഫേ ഇപ്പോൾ നിയന്ത്രിക്കുന്ന അഹാൻ ഇനി കളിക്കുന്നില്ലെന്ന് നിൽക്കുന്ന അലിയെ നിർബന്ധിച്ചും വാട്സാപ്പിൽ ഒരു ക്യാമ്പയിൻ ഇട്ടുമൊക്കെ റൈസാക്കി അലിയുടെ മനസ്സ് മാറ്റിയെടുക്കുന്നു. ഡേറ്റിങ്ങിൽ കരണിനെക്കുറിച്ചും അവൻ്റെ അച്ഛനെക്കുറിച്ചുമൊക്കെ തഞ്ചത്തിൽ അറിയാൻ ബേല ശ്രമിക്കുന്നതിലും ഒന്നും അവനോട്ട് വിട്ടു പറയുന്നില്ല. നമുക്ക് എൻ്റെ വീട്ടിൽ പോകാമെന്ന കരൺ ബേലയ്ക്കൊരു ബാഗ് നൽകി വീട്ടിലേക്ക് കയറ്റി വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ മറ്റൊരിടത്ത് സിദ്ധിനൊരു ഫോൺ കോൾ. മിഷൻ സക്സസ്. അയാൾ ഇത് കേട്ട് സന്തോഷിക്കുമ്പോൾ ബേല കിട്ടിയ സമയം അവിടെ എല്ലാം മരിച്ചു പറക്കുവാണ്. സിദ്ധിന്റെ മുറിയിൽ ഇതേ സമയം വന്നിട്ടുള്ള മകനെ വിളിച്ച് കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു ഷോക്കിംഗ് ട്വിസ്റ്റ്. ആ മകൻ അത് അഹാനാണ്. സിദ്ധിന്റെ ബുദ്ധിയിൽ നിന്നായിരുന്നു അവൻ ഇത്രയും നാൾ ബേലയടക്കമുള്ളവരുമായി കൂട്ടുകൂടിയത്. ഒരു സന്തോഷ വാർത്തയെന്ന പോലെ അഹാൻ വരുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് 5 എലമെന്റ്സും ഒരുമിക്കുമെന്ന് സിദ്ധിനോട് പറയുമ്പോൾ
മുമ്പ് ബേലെ ചിയർ ലീഡറാക്കാൻ നിർബന്ധിച്ചതും അലി തിരികെ ഗെയിമിലേക്ക് വരാനും കായിയെ റിസർവ് ടീമിലേക്ക് ആടാക്കാനും എല്ലാമുള്ള ബുദ്ധി അപ്പോൾ ഇതിനു വേണ്ടിയായിരുന്നു. എന്നാൽ ബഗ്ഗു ഇനിയും ബാസ്കറ്റ്ബോൾ ടീമിന്റെ ഭാഗമായിട്ടില്ല. പിന്നെ എങ്ങനെ 5 എലമെന്റ്സും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒന്നിക്കുമെന്ന് പറഞ്ഞു നോക്കാം. വണ്ടി പാർക്ക് ചെയ്ത് ഡെസേർട്ടുമായി എത്തുന്ന കരൺ കാണുന്നത് മുറി അരിച്ചു പറക്കുന്ന ബേലയെ. എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഞെട്ടുന്ന ബേല മറ്റേതെങ്കിലും പെണ്ണുങ്ങളുമായി ബന്ധമുണ്ടോ നോക്കിയാണെന്നും ഇനി ഇങ്ങനെ ചെയ്യില്ലെന്നുമൊക്കെ ക്ഷമ ചോദിക്കുന്നതിലും. എന്നാൽ കരണിന് ഇത് നല്ല ഹേർട്ടായി, അവനെ സംശയത്തിന് നിഴലിൽ കണ്ടതിന്റെ പേരിൽ. ഇരുവരും സംസാരത്തിലായി. ബേല നിന്റെ അച്ഛൻ പറയുന്ന പോലെ നീ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അതിനല്ലേ ഇവിടെ കൊണ്ടുവന്നതെന്നും ഒക്കെ ചോദിക്കുന്നത് കേട്ട് കരൺ കൺഫ്യൂസ്ഡായി. അച്ഛനോട് ദേഷ്യമാണെന്നൊക്കെ പറയുമ്പോൾ മുമ്പ് ക്യാമ്പയിനിൽ മെസ്സേജുകൾ മൊത്തം ഡിലീറ്റ് ആയതെക്കുറിച്ച് ബെല്ല എടുത്തിടുകയാണ്. അത് ചെയ്തത് കരൺ തന്നെയാണ്. പക്ഷേ അതിന് കാരണം അതിൽ വന്നത് മൊത്തം സ്പാം മെസ്സേജസും അശ്ലീല സന്ദേശങ്ങളും ഒക്കെയായിരുന്നു. സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചത് കാണിക്കുന്നതും ബേലയുടെ തെറ്റിദ്ധാരണയായിരുന്നു എല്ലാമെന്ന് അവൾക്ക് ബോധ്യം വരികയാണ്. ക്ഷമ ചോദിക്കുന്നതിലും വളരെ ലേറ്റ് ആയിരിക്കുന്നു. ഇനി കഫേയിലേക്ക് വരണ്ടെന്നും പറഞ്ഞ് കരൺ തിരികെ വിടുമ്പോൾ ബേലയും വിഷമത്തിൽ. അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള പ്രാക്ടീസ് മാച്ച് നടക്കുന്നിടത്തേക്ക് കളിക്കാനില്ലെങ്കിലും റിസർവ് ആയിട്ടുള്ള കായ് എത്തി ട്രെവറിനോട് ആശംസ അറിയിക്കുന്നതിലും അവന് ഗെയിം മൈൻഡിൽ നിൽക്കുമ്പോൾ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞ് ചൂടാവുന്നു. ഇതെല്ലാവരും കാണുന്നതോടെ സങ്കടത്തിൽ അവിടെ നിന്നും പോകുന്ന കായിയെ ബഗ്ഗു കണ്ടുപിടിച്ച് നിർത്തി ഉപദേശിക്കുന്നതിന് പിറകെ ബേലയും എത്തുകയായി. ആ സമയം തൊട്ടടുത്തിരിക്കുന്ന ഒരു ചെടിയുടെ ഇല വെറുതെ പറിച്ചെടുത്ത് പോകാമെന്ന് പറയുമ്പോൾ കാണാം വളർന്നു നിന്നിരുന്ന ആ ചെടി പെട്ടെന്ന് ചെറുതാവുന്നു. കൂട്ടർക്കൊപ്പം കായ് അവന്റെ പവറിനെ പറ്റി കൂടുതൽ അറിയുമ്പോൾ സിദ്ധുമായുള്ള അഹാന്റെ സംസാരത്തിൽ അവരുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കാം. മുമ്പ് കാർത്തിക് സംശയിച്ച പോലെ ഇവരുടെ കയ്യിലുള്ള ആ സാധനം ഒരു ക്രിസ്റ്റലാണ്. അത് ഈ 5 പവേഴ്സും ഒരുമിച്ച് പിടിക്കുമ്പോൾ അവരുടെ എല്ലാം ശക്തി ഈ ക്രിസ്റ്റലിലേക്ക് വന്നു ചേരും. അതോടെ 5 എലമെന്റൽ പവേഴ്സും ക്രിസ്റ്റലിൽ ഒതുങ്ങും. ഈ ക്രിസ്റ്റൽ ചാമ്പ്യൻസ് ട്രോഫി കപ്പിൽ ഒരീച്ച പോലും അറിയാത്ത തരത്തിൽ ഒളിപ്പിച്ചു വെക്കുക എന്നതാണ് അഹാന്റെ ടാസ്ക്. എല്ലാം കൃത്യമായി ചേരിക്കുമെന്ന് പറഞ്ഞിറങ്ങാൻ ഒരുങ്ങുന്ന അഹാനെ അങ്ങോട്ടേക്ക് വരുന്ന കരൺ കാണുന്നതോടെ അവൻ ആശ്ചര്യം. കാരണം അഹാൻ തന്റെ അർദ്ധ സഹോദരനാണെന്ന് കരണിന് അറിയില്ല. സിദ്ധുമായി ഇതേപ്പറ്റി ഒരു സംസാരം ഉണ്ടാകുമ്പോൾ ഇന്നേരം ആസ്മയ്ക്ക് അന്വേഷണത്തിൽ നിന്നും താബുവിനെ സ്പോട്ട് ചെയ്ത ഒരു വിഷ്വൽസ് കിട്ടുന്നു. അത് ബേലയെ കാണിച്ചിട്ട് തൽക്കാലം ഇക്കാര്യം പുറത്തുവിടാതിരിക്കുന്നതാണ് സേഫ് എന്ന് കാർത്തിക് നിർദ്ദേശിക്കുന്നെങ്കിലും മമ്മിയെ എങ്ങനെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ നിൽക്കുന്ന ബേല ഈ വിഷ്വൽസ് ഉടൻ തന്നെ സൈറ്റിൽ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ സൈറ്റ് ഡൗൺ. മടിച്ചാണെങ്കിലും കരണ് അവൾ ഇക്കാര്യം മെസ്സേജ് അയച്ച് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞങ്ങനെ വീട്ടിലേക്ക് എത്തി കുറേ നേരം കഴിയുമ്പോൾ കരണിന്റെ ഫോൺ കോൾ. സൈറ്റിന് പ്രശ്നമൊന്നുമില്ലെന്നും മുമ്പ് പറഞ്ഞത് മറന്നേക്ക്, നാളെ മുതൽ കഫേയിലേക്ക് വരാനും. ബേലയ്ക്ക് ഇത് കേട്ട് സമാധാനമാകുമ്പോൾ എന്നാൽ ഇത് അച്ഛൻ പറഞ്ഞിട്ട് അവൻ ചെയ്തൊരു പരിപാടിയും. ഇത്രയും കാലം സിദ്ധിനെ എതിർത്ത് നടന്ന കരണം ഇപ്പോൾ അയാൾക്ക് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു. അതെങ്ങനെ? ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ.